പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വൺ ഡേ ധ്യാനം നല്ല നല്ല അഭിഷേകമായിരുന്നു. നല്ലൊരു അഭിഷേകമായിരുന്നു. ശുശ്രൂഷകൾക്കൊക്കെ നല്ലൊരു അഭിഷേകമായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. വന്നവർക്കും നല്ല റിസൾട്ട് കിട്ടി. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി ഇപ്പോൾ നമ്മൾ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ വർക്കിനും ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാനൈറ്റിൻ്റെ വർക്ക് കുറച്ച് ചെയ്തു, ഫിനിഷായിട്ടില്ല, അങ്ങനെ നിൽക്കുന്നു. മക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ വലിയ വിലയോടെ കാണുന്നു, മനസ്സിലാക്കുന്നു, സ്വീകരിക്കുന്നു. എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക്, ധ്യാന കേന്ദ്രത്തിന്, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണമുണ്ട്. നല്ല അഭിഷേകമുണ്ട്. അഭിഷേകം പ്ലസ്, അതായത് നിലവിലുള്ളതിനേക്കാളും കൂടുതൽ അഭിഷേകം നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കേട്ടോ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവേ, രക്ഷകനായ യേശുവേ, ഭൂസ്വർഗങ്ങളുടെ അധിപനായ നല്ല ദൈവമേ, ഇന്ന് പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണല്ലോ. ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ആ 2 നിയോഗ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടത്തി തരണമേ കർത്താവേ. ബ്രദർ പറഞ്ഞു, ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, കുടുംബത്തിന് വേണ്ടിയും ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും. ഇനി താമസമുള്ള ധ്യാനം, വരാൻ പോണ ധ്യാനം അടുത്ത മാസം 13-ാം തീയതി, അതിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഈശോയ്ക്ക് ഇഷ്ടമുള്ള ദൈവമക്കളോട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, ഈ മക്കളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ മക്കളുടെ തൊഴിലുകളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ മക്കളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണേ കർത്താവേ. ഈ മക്കളുടെ ആയിരിക്കുന്ന അവസ്ഥകളെ സമർപ്പിക്കുന്നു. മക്കൾ നന്നായി പഠിക്കുവാനും പ്രാർത്ഥനയിൽ വളരുവാനുള്ള അനുഗ്രഹം നൽകണമേ കർത്താവേ. ഒത്തിരി മെസ്സേജ് വിടുന്നു കമൻറ്റിലും കർത്താവേ. നിയോഗ പ്രാർത്ഥനകൾ എല്ലാം ചേർത്ത് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരുപാട് മദ്യപാനികളുണ്ട്. കുടുംബത്തിലെ പരാജയങ്ങളുള്ളതും കുടുംബത്തിൽ സമാധാനമില്ലാത്തതും കർത്താവെ, കടഭാരത്തിൽ കഴിയുന്നവരും ഒക്കെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കർത്താവെ. പിന്നെ വിവാഹ തടസ്സം, നല്ലൊരു വിവാഹം നടക്കാൻ വേണ്ടി ഈശോയെ അതെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. കഴിഞ്ഞ ധ്യാനം കൂടി പോയ എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ. ഇന്ന് വന്നവർക്കും നല്ല നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ പൊൻകര നീട്ടി അനുഗ്രഹിക്കണമേ കർത്താവെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ 43 ദിവസത്തെ നിയോഗ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അത് തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങനെ തെരഞ്ഞെടുത്തതിനോട് നന്ദി പറയുന്നു. അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഈശോയെ എന്നെ ഉപയോഗിക്കുന്നതിനോർത്ത്, ഇതൊരവസരം നീ എനിക്ക് തന്നതിനെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്നു ഈശോയെ. കർത്താവേ, ഞങ്ങളുടെ പഴയ വികാരി അച്ഛനും 23 വർഷത്തോളം കൂടെ ഉണ്ടായിരുന്ന കർത്താവേ തോമസ് പൈപ്പിൽ അച്ഛനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ പാപം ക്ഷമിക്കണമേ, നിത്യശാന്തി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ജോസേ, ഇതൊക്കെ ഉണ്ടാവുള്ളൂ ലാസ്റ്റ് എന്ന്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും, ഒരു മറ്റൊരുവിന് സമാധാനം വരുന്നൊരു കാര്യം, സന്തോഷം വരുന്നൊരു കാര്യം, സമാധാനം കൊടുക്കാൻ സാധിച്ചെങ്കിൽ മക്കളെ, അങ്ങനെയുള്ള വ്യക്തികൾ സമാധാനപ്രിയന്, ഭാഗ്യവാൻ എന്ന് വിളിക്കപ്പെടും, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെയുള്ള ആളുകൾ അത് സ്വർഗത്തിലും ജീവൻ്റെ പുസ്തകത്തിൽ പേര് വരുന്നു. ഓക്കെ മക്കൾ, കർത്താവായ യേശുവേ, എഴുന്നള്ളി വരണം, എഴുന്നള്ളി വരണം, എഴുന്നള്ളി വരണം, എഴുന്നള്ളി വരണമേ. വഴിതെറ്റി നടക്കുന്ന മക്കൾ, സ്വഭാവദോഷമുള്ള മക്കൾ, അവർക്കൊക്കെ മാനസാന്തരം കൊടുക്കണമേ കർത്താവേ. കർത്താവേ, കർത്താവേ, വീടില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ട് കർത്താവേ. വിവാഹ തടസ്സമുള്ള മക്കളുണ്ട് കർത്താവേ. വിവാഹപ്രായമായിട്ട് പണമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത മക്കളുണ്ട് കർത്താവേ. കടൽപ്പണിക്ക് പോയിട്ട് ഒരു മത്സ്യം കിട്ടാതെ വേദനിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അവരെല്ലാവർക്കും ഒരു കൈ നീട്ടി അങ്ങയുടെ അനുഗ്രഹമായ ആ കരത്തിൻ്റെ കീഴിൽ അവർ ആസ്വദിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഇടവക വികാരിയും അച്ഛന്മാരെ സമർപ്പിക്കുന്നു, കത്തോലിക്ക സഭയെ സമർപ്പിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ അച്ഛന്മാരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ടീമിലുള്ള എല്ലാ വൈദികരെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണം, 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 അനുഗ്രഹിക്കണേ കർത്താവേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവെ നന്ദി 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 പറഞ്ഞ് കർത്താവെ ഇടവപ്പള്ളി എന്നുള്ള ഒബ്ജക്ഷനും മറ്റ് സമ്മതവും തന്ന കർത്താവെ ആ വൈദികരെ ആ മക്കളെല്ലാവരും സമർപ്പിക്കുന്ന കൂട്ടായ്മകളെ സമർപ്പിക്കുന്നു. കർത്താവെ ദൈവമേ അനുഗ്രഹിക്കണേ രൂപതയിൽ നിൽക്കുന്ന ആ അനുഗ്രഹത്തെ ഒത്ത് നന്ദി പറയുന്നു. കർത്താവെ യേശുവേ നന്ദി, ദൈവമേ നന്ദി. കർത്താവെ പിതാവിനെയും കർത്താവെ ബീജിയെയും തൊട്ട് അനുഗ്രഹിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ നന്ദി 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 നന്ദി. കർത്താവെ എല്ലാ വിവിധ തരത്തിലുള്ള കൃഷി ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവെ പുതിയ വള്ളം വയ്ക്കാൻ പോകുന്നവർ വള്ളമുള്ളവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, ദൈവമേ നന്ദി. സ്തുതിക്കും മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം നൽകണമേ കർത്താവേ, നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ കർത്താവേ, ബന്ധനങ്ങളിൽ നിന്ന് മോചനം കൊടുക്കണമേ കർത്താവേ, എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ പിതാവിൻ്റെ പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന വരം കൊടുക്കണമേ. യേശുവെ ഒരു അഭിഷേകം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കും മക്കളെ. ഗർഭിണികളായ മക്കളുണ്ട്. പൂർണ്ണ ഗർഭം ധരിച്ച് സുഖപ്രസവം നടത്തുവാൻ അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. വീണ്ടും കർത്താവെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളരെയുള്ള അനുഗ്രഹം നൽകണമേ കർത്താവെ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം, യേശു ആരാധന. കർത്താവെ ഷിപ്പിൽ ജോലി ചെയ്യുന്ന മക്കളെ യദുവും സബാസിനെയും മറ്റുള്ള മക്കളെയൊക്കെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് യദുവിന് ആ കോൺട്രാക്റ്റ് നീട്ടി കൊടുക്കാനുള്ള അനുഗ്രഹം നൽകണമേ കർത്താവെ ആ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്യേണ്ട അനുഗ്രഹം കൊടുക്കണമേ കർത്താവെ. ഗ്രീഷ്മ സബാസിനെ സമർപ്പിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് കർത്താവെ കോൺട്രാക്റ്റ് നീട്ടി കൊടുക്കണമേ. അല്ലെങ്കിൽ കർത്താവെ ഉടനെ അതോടൊപ്പം തന്നെ ലക്സംബർഗിൽ നാഷണാലിറ്റി ആ മകൾക്ക് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കളുടെ പാപങ്ങൾ ക്ഷമിച്ച് അവർക്ക് നിത്യശാന്തി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ആശ്രയിച്ച് അനുഗ്രഹിക്കണം കർത്താവേ. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട അങ്ങയുടെ ആ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ കർത്താവേ. ദൈവമേ, നിന്റെ കരം, നിന്റെ തിരുരക്തം ഒഴുകുന്ന ആ വലത് കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന ബന്ധനങ്ങളായ നിരവധി ബിസിനസ്സുകൾ കർത്താവെ, കുടുംബത്തിലെ കർത്താവെ, ഈ മക്കളുടെ ഏത് പ്രതിസന്ധികളാണ് അവിടെയുള്ളത് എല്ലാം അറിയുന്ന സർവശക്തനായ ദൈവമേ, സ്വർഗം തുറന്നവരെ അനുഗ്രഹിക്കണം കർത്താവെ. യേശുവേ, നിന്റെ കരം നീട്ടി കർത്താവെ, നിന്റെ വിശുദ്ധ രക്തം, പരിശുദ്ധ രക്തം എല്ലാവരുടെ മേലെ തളിച്ച് അശുദ്ധികളെ ചാരമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം എല്ലാവരിലും ചൊരിയട്ടെ കർത്താവെ, എല്ലാവരിലും ചൊരിയട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം കർത്താവെ, നിന്റെ വചനത്തിന്റെ അഭിഷേകം എല്ലാവരുടെ മേലെ നിറയട്ടെ, കവിഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുക മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമിയത്ത് സ്തുതിച്ച മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം, ഇന്ന ദിവസം അർപ്പിക്കപ്പെട്ട ദിവ്യബലിയുടെ അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ മാതാവേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി. മാതാവേ, മാമരിയേ, വിമലാംബികയെ പ്രാർത്ഥിക്കണേ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.